ഞാൻ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു സബ്ജക്റ്റിനെ പറ്റി പറയാനാണ് വന്നിരിക്കുന്നത്. നമ്മുടെ PC-യുടെയോ ലാപ്ടോപ്പിൻ്റെയോ ജെൻഡർ എങ്ങനെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും എന്നുള്ളൊരു ചെറിയ ട്രിക്കുമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. അപ്പോൾ അതിനായിട്ട് ആദ്യം നോട്ട് പാഡ് ഓപ്പൺ ചെയ്യുക. ഇവിടെ ഞാൻ നോട്ട് പാഡ് ഓപ്പൺ ചെയ്തിട്ടുണ്ട്. നോട്ട് പാഡിൽ ഈ പറഞ്ഞിരിക്കുന്ന കോഡ് ടൈപ്പ് ചെയ്യുക. ഒന്നുകിൽ ടൈപ്പ് ചെയ്യുക, അല്ലെങ്കിൽ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഈ കോഡ് കൊടുത്തേക്കാം, അത് കോപ്പി പേസ്റ്റ് ചെയ്താലും മതി. സോ ടൈപ്പ് ചെയ്യേണ്ടതാണ് ക്രിയേറ്റിൻ്റെ C ക്യാപിറ്റലാണ്, CREATE, ക്രിയേറ്റ് ഒബ്ജക്റ്റ്. സ്പേസ് ഒന്നും വേണ്ട, സ്പേസ് ഇല്ലാതെ ഒബ്ജക്റ്റിൻ്റെ ഓയും ക്യാപിറ്റലാണ്, OBJECT, ഒബ്ജക്റ്റ്. പിന്നെ ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുക. അടുത്ത് കോഡ്സ് ഓപ്പൺ ചെയ്യുക. SAPI ഫുൾ ക്യാപ്സിലാണ്, SAPI ഡോട്ട് എസും ക്യാപിറ്റലാണ്, P സ്മോൾ ലെറ്ററാണ്, വോയിസിൻ്റെ V ക്യാപിറ്റലാണ്, VOICE. കോഡ്സ് ക്ലോസ് ചെയ്യുക, ബ്രാക്കറ്റ് ക്ലോസ് ചെയ്യുക. ഡോട്ട് സ്പീക്കിൻ്റെ എസും ക്യാപിറ്റലാണ്, സ്പീക്ക്. ഇനി നമുക്ക് 2 കോഡ്സ് ഇടാം. ഈ കോഡ്സിനകത്ത് നമുക്ക് എന്ത് വേണമെങ്കിലും ടൈപ്പ് ചെയ്യാം. സോ ഇവിടെ ഞാൻ വെൽക്കം ടു ടെക്നോബൈറ്റ്സ് ആണ് ടൈപ്പ് ചെയ്യാൻ പോകുന്നത്. ഇത്രയേ ഉള്ളൂ. ഇനി ഇതിനെ സേവ് ചെയ്യുക. സേവ് ചെയ്യാനായിട്ട് ഫയൽ, സേവ് ആസ്. ഞാനൊരു ഡെസ്ക്ടോപ്പിലാണ് സേവ് ചെയ്യുന്നത്. അപ്പം നമുക്കിതിൽ ഇഷ്ടമുള്ള പേര് കൊടുക്കാം. ഇപ്പം ഞാനിവിടെ വെൽക്കം എന്നാണ് കൊടുക്കുന്നത്. ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഇതിൻ്റെ എക്സ്റ്റൻഷൻ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ നമ്മളിവിടെ ഡോട്ട് VBS ആണ് എക്സ്റ്റൻഷൻ കൊടുക്കാനുള്ളത്. സേവ് ചെയ്യുക. സോ ഇവിടെ കാണാൻ പറ്റും, വെൽക്കം വന്നിട്ടുണ്ട്. ഇനി ഇതിനെ നമുക്ക് ഓപ്പൺ ചെയ്യാം. Welcome to technobytes. ഇപ്പോൾ ഇവിടെ നമുക്ക് കേൾക്കാൻ പറ്റും എന്താണ് നമ്മൾ ടൈപ്പ് ചെയ്തത്, അതാണ് ഇവിടെ വോയിസ് ആയിട്ട് നമുക്ക് കേൾക്കാൻ പറ്റിയത്. ആക്ച്വലി ഈ ഒരു സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ആദ്യം ഞാൻ ഈ VBS എന്താണെന്ന് പറഞ്ഞുതരാം. VBS ആണ് നമ്മളിവിടെ എക്സ്റ്റൻഷൻ കൊടുത്തത്. ഈ VBS എന്ന് പറഞ്ഞാൽ വെർച്വൽ ബേസിക് സ്ക്രിപ്റ്റ് ആണ്. ഇനി ഈ VB സ്ക്രിപ്റ്റിൽ ഇതിൽ എഴുതിയിരിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ടെക്സ്റ്റിനെ സ്പീച്ചിലോട്ട് കൺവേർട്ട് ചെയ്യാനാണ് ഈ ഒരു കോഡ് ചെയ്യുന്നത്. ദാറ്റ് ഈസ് നമ്മൾ ഈ പറഞ്ഞിരിക്കുന്ന ടെക്സ്റ്റ്, ദാറ്റ് ഈസ് വെൽക്കം ടു ടെക്നോബൈറ്റ്സ് എന്ന് പറഞ്ഞാൽ ആ കോഴ്സിനകത്തുള്ള എന്താണോ അത് ഇത് സ്പീക്ക് ചെയ്ത് തരികയാണ് ചെയ്യുന്നത്. ദാറ്റ് ഈസ് ഇത് ടെക്സ്റ്റ് ടു സ്പീച്ചാണ് ബേസിക്കലി ചെയ്യുന്നത്. അപ്പോൾ നമുക്കിവിടെ എന്ത് വേണമെങ്കിലും കമ്പ്യൂട്ടർ കൊണ്ട് ഇങ്ങനെ പറയിക്കാൻ പറ്റും. സോ അതിന് വേണ്ടി വേറൊന്നും ചെയ്യേണ്ട. ഈ ഒരു കോഡ്സിനകത്ത് ഇപ്പം ഞാൻ വേറെ എന്തെങ്കിലും എഴുതാമെന്ന് വെച്ചോ. ഞാൻ പ്ലീസ് സബ്സ്ക്രൈബ് ടു ടെക്നോബൈറ്റ്സ് എന്നാണ് എഴുതിയത്. അത് ഞാൻ സേവ് ചെയ്തു. ഞാൻ എനിക്ക് കൂടി ഇത് ഓപ്പൺ ചെയ്യാണ്. Please subscribe to technobytes. ഇപ്പോഴും നമ്മൾ ഇവിടെ എന്താണ് കൊടുത്തത് അത് തന്നെയായിരിക്കും കേൾക്കുന്നത്. അപ്പോൾ ഇത് സിമ്പിൾ ട്രിക്കായിരുന്നു. ഇത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. പിന്നെ നമുക്ക് ഇതിൻ്റെ കുറച്ചുകൂടെ അഡ്വാൻസ് ലെവൽ, ദാറ്റ് ഈസ് ഈ ഒരു സിസ്റ്റം തന്നെ മെയിലിൻ്റെയും ഫീമെയിലിൻ്റെയും വോയിസിൽ അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കുന്ന ഒരു കോൺവെർസേഷൻ പോലെ നിങ്ങൾക്ക് കേൾക്കണം, അല്ലെങ്കിൽ അതിൻ്റെ കോഡ് വേണമെങ്കിൽ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. ഞാനത് അതിൻ്റെ ഒരു വീഡിയോ ചെയ്യാം. അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ്.